നമസ്കാരം. പ്ലസ് വൺ ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ആയിട്ട് മോഷൻ, ചലനം എന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാ വസ്തുക്കളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ചലനം എന്ന് പറയുന്നത്. മോഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും ചലിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ, നിങ്ങൾ എൻ്റെ ഈ ക്ലാസ് കാണാനായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരം ചലിക്കുന്നുണ്ട്. എങ്ങനെ ചലിക്കുന്നു? നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്, ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലങ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെല്ലാത്തിനും ഇവിടെ മോഷൻ വരുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അവിടെ എല്ലാ വസ്തുക്കളും ചലിക്കുന്നുണ്ട്. ചെടികളാണെങ്കിലും മറ്റ് ജീവികളാണെങ്കിലും അവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭൂമി ഉൾപ്പെടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യന് ചുറ്റാകെ അത് റിവോൾവ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഒരു ആക്സിസിൽ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എവിടെ നോക്കിയാലും ഡെയിലി നമ്മൾ എന്ത് ചെയ്താലും അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് മോഷൻ എന്ന അവസ്ഥ. ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ടത് ആ മോഷനെ കുറിച്ചാണ്. മോഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ആദ്യം ഈ ചാപ്റ്ററിന്റെ പേരൊന്ന് പരിചയപ്പെടാം. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള മോഷനെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ടേംസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ടേം ആയിട്ട് നമ്മൾ പറയുന്നത് കൈനമാറ്റിക്സ് ആണ്. കൈനമാറ്റിക്സ് എന്ന് വെച്ചാൽ ഇത് ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് തന്നെയാണ്. ബ്രാഞ്ച് ഓഫ് ഫിസിക്സുമാണ്, സബ് ഡിവിഷൻ ഓഫ് ക്ലാസിക്കൽ ഫിസിക്സുമാണ് അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സുമാണ്. അപ്പോ കൈനമാറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആൻഡ് ഇറ്റ് ഈസ് എ സബ് ഡിവിഷൻ ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ്. ഫിസിക്സിന്റെ ബ്രാഞ്ചും ഫിസിക്സിനുള്ളിൽ വരുന്ന ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന സെക്ഷനിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗവുമാണ്, ഒരു ബ്രാഞ്ചുമാണ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇത് പഠിക്കുന്നത് മോഷനെ കുറിച്ച് തന്നെയാണ്, സ്റ്റഡി ഓഫ് മോഷൻ തന്നെയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മോഷന്റെ കാരണം, കോസസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഷനെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചും ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന സബ് ഡിവിഷനിൽ പെടുന്നതുമാണ്. അതിൽ നമ്മൾ മോഷന്റെ കോസിനെ കുറിച്ച് പഠിക്കുന്നില്ല. It is the branch of physics which deals with the study of motion without studying the cause of the motion. മോഷന്റെ കാരണത്തെ കുറിച്ച് പഠിക്കാതെ മോഷനെ കുറിച്ച് പഠിക്കുന്ന, വിവിധ തരം മോഷനെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേര് കൈനമാറ്റിക്സ് എന്നും. മുന്നോട്ടുള്ള ചാപ്റ്ററുകളിൽ, ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുകളിലെല്ലാം നമ്മൾ മോഷന്റെ കാരണത്തെ കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ പഠിച്ചത് എന്താണ് കൈനമാറ്റിക്സ് എന്ന് അറിയുന്നു. കൈനമാറ്റിക്സിന്റെ ഉള്ളിൽ വരുന്ന ഒരു സെക്ഷൻ തന്നെയാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുമ്പോൾ ഫസ്റ്റ് ആ ചാപ്റ്ററിന്റെ ആദ്യത്തെ പേര് തന്നെ എന്താണെന്ന് പഠിക്കുകയാണ്, മോഷൻ. എന്താണ് മോഷൻ എന്നുള്ളത് പഠിക്കുന്നതോടൊപ്പം തന്നെ മോഷന്റെ ആന്റോണിയമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് മോഷനെ പഠിക്കുന്നതോടൊപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടേമുമാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഓരോ ഒബ്ജക്റ്റിന്റെ അവസ്ഥകളാണ്, സ്റ്റേറ്റ് ആണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റിന്റെ രണ്ട് സ്റ്റേറ്റ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. സ്റ്റേറ്റ് ഓഫ് മോഷനും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും. റെസ്റ്റിലിരിക്കുന്ന അവസ്ഥയും മോഷനിലിരിക്കുന്ന അവസ്ഥയുമാണ് നമുക്ക് രണ്ടെണ്ണം പഠിക്കാനായിട്ടുള്ളത്. ആദ്യം നമുക്ക് മോഷനിലിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു മരം സങ്കല്പിക്കുകയാണ്. ഒരു മരം ഇവിടെ ഇരിക്കുന്നു, മരത്തിനടുത്ത് ഒരാൾ അവിടെ നിൽക്കുകയാണ്. അതിനടുത്ത് ഞാനൊരു ക്ലോക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലോക്കിലെ സമയം 9 മണിയാണ്. ഞാൻ എന്ത് ചെയ്തു? ഒരു മരം കൺസിഡർ ചെയ്തു, മരത്തിന്റെ അടുത്തൊരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ക്ലോക്കിലെ സമയം 9 മണിയാണ്. അതിനടുത്ത് ഒരാൾ നിൽക്കുന്നതായിട്ട് എടുത്തു. സമയം 9 എന്നുള്ളത് 9:30 ആയ സമയത്ത് മരത്തിന് വ്യത്യാസമൊന്നുമില്ല, മരം അവിടെ തന്നെ ഉണ്ട്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആള് അവിടെ നിന്ന് അകന്നുപോയി. എന്ത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഇവിടെ നിന്ന്? ഈ രണ്ട് ഫിഗറിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? സമയം കടന്നുപോയതനുസരിച്ച് അദ്ദേഹത്തിന്റെ സ്ഥാനം, പൊസിഷൻ ചേഞ്ച് ചെയ്യപ്പെട്ടു. അങ്ങനെ സമയത്തിനനുസരിച്ച് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് മോഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ. എന്താണ് സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ടത്, ഒരു വസ്തുവിന്റെ പൊസിഷൻ സമയത്തിനനുസരിച്ച് മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ഇൻ മോഷൻ. എങ്ങനെ പറയാം? ഇഫ് ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ചേഞ്ചസ് വിത്ത് ടൈം, എങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്തെന്നാണ്? മോഷൻ. ഇഫ് ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ചേഞ്ചസ് വിത്ത് ടൈം, നമുക്ക് എന്ത് പറയാം? ആ വസ്തു മോഷനിലാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ നേരെ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന റെസ്റ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമുക്കൊന്ന് നോക്കാം. 9 മണിയാണ്. 9 മണി സമയത്ത് അവിടെ ഒരു കസേരയിട്ട് ഒരാൾ അവിടെ ഇരിക്കുകയാണ്. 9 എന്നുള്ളത് 9:30 ആയ സമയത്തേക്കും കസേര അവിടെ തന്നെ ഉണ്ട്, ആളും അവിടെ തന്നെ ഉണ്ട്.
ഇപ്പൊ എന്ത് മനസ്സിലാക്കാൻ പറ്റും? സമയം കടന്നു പോയതനുസരിച്ച് അദ്ദേഹത്തിന്റെ പൊസിഷൻ മാറിയിട്ടില്ല എങ്കിൽ ആ ഒരു സ്റ്റേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അപ്പൊ എപ്പോഴാണ് ഒരു വസ്തു റെസ്റ്റിലാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? സമയത്തിനനുസരിച്ച് ആ വസ്തുവിന്റെ സ്ഥാനം മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? റെസ്റ്റിലാണെന്ന് പറയാം. അപ്പൊ എങ്ങനെ പറയാം? ഇഫ് ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം, നമുക്ക് എന്തെന്ന് പറയാം? ആ വസ്തു റെസ്റ്റിലാണെന്ന് പറയാൻ പറ്റും. പഠിച്ച രണ്ട് ടോപ്പിക്ക്, രണ്ട് സെക്ഷൻ, സ്റ്റേറ്റ് ഓഫ് മോഷനും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും. എപ്പോഴാണ് ഒരു വസ്തു മോഷനിലാണെന്ന് പറയാൻ പറ്റുന്നത്? സമയത്തിനനുസരിച്ച് അതിന്റെ സ്ഥാനം ചേഞ്ച് ചെയ്യപ്പെട്ടാൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ഇൻ മോഷൻ. എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം നമുക്ക്? ഇഫ് ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ചേഞ്ചസ് വിത്ത് ടൈം then we can say that that object is in motion. അത് അടുത്തത് പഠിച്ചത് റെസ്റ്റ്. എന്താ പഠിച്ചത്? സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിന്റെ സ്ഥാനം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥയാണ് റെസ്റ്റ്. എന്തെന്ന് പറയാം? ഇഫ് ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം, നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഒബ്ജക്ട് ഈസ് ഇൻ റെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നു. ഇനി 2-3 കുഞ്ഞു ഉദാഹരണങ്ങൾ ചോദിക്കുകയാണ്. അത് ഇതൊരു മേശയാണ്, ഒരു ടേബിളാണ്. ആ ടേബിളിന്റെ മുകളിൽ ഞാനൊരു ബുക്ക് വെച്ചേക്കുകയാണ്. ഇത് ബുക്കാണ്. ഈ ബുക്ക് റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് നോക്കും? സമയം കഴിയും തോറും അതിന്റെ സ്ഥാനം മാറുന്നുണ്ടോ എന്ന് നോക്കും. മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? ഇറ്റ് ഈസ് ഇൻ റെസ്റ്റ്, ജോലി കഴിഞ്ഞു. അടുത്ത നമ്മുടെ ഒരു കാറ്, ഓടിപ്പോകുന്ന കാറ് നമ്മളൊന്ന് സങ്കല്പിക്കുകയാണ്. ഒരു കാർ ഇങ്ങനെ ഓടിപ്പോവുകയാണ്. ആ കാറ് റെസ്റ്റിലാണോ മോഷനിലാണോ നമുക്ക് എന്ത് നോക്കും? നമ്മൾ ഇതിന്റെ സമയത്തിനനുസരിച്ച് ഇതിന്റെ സ്ഥാനം മാറുന്നുണ്ടോ എന്ന്. ആദ്യം കാർ ഇവിടെയായിരുന്നു, പിന്നെ കാർ ഇവിടെ ആയിരിക്കും. കാറിന്റെ പൊസിഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വസ്തു എന്തിലാണെന്ന് നമ്മൾ പറയും? മോഷനിലാണെന്ന് പറയും. ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ. ഇനി അടുത്ത ചോദിക്കാൻ പോകുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് ഉത്തരം പറയേണ്ട കാര്യം, കുറച്ച് കുട്ടികൾക്ക് എല്ലാവരും അറിയായിരിക്കും. നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ, ചെറിയ ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളത് തന്നെയാണ്. മോഷനിലും റെസ്റ്റിലും ഒരു വസ്തുവിന് ഒരേ സമയത്ത് ഇരിക്കാൻ കഴിയുമോ? അതായത് ഒരു വസ്തുവിന് ഒരേ സമയം മോഷൻ എന്ന അവസ്ഥയിലും അതേ സമയം റെസ്റ്റ് എന്ന അവസ്ഥയിലും ഇരിക്കുവാൻ കഴിയുമോ? ഇത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് ഒരുമിച്ച് നടക്കുന്ന പ്രോസസ് ആണോ? പല ഉത്തരങ്ങൾ വരും. ആണെന്ന് വരും, നടക്കുമെന്ന് വരും, നടക്കില്ല എന്ന് വരും. അതെന്താണെന്ന് നമുക്ക് നോക്കാം, എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇത് നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് ഞാൻ എന്താ എടുക്കുകയാണ്? നേരത്തെ നമ്മൾ എടുത്തതുപോലെ തന്നെ ഒരു മരം ഇവിടെ എടുക്കുകയാണ്. മരം സങ്കല്പിക്കുന്നു. മരത്തിന്റെ മുന്നിലായിട്ട് ഒരു ലോറി നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നു. ഒരു ട്രക്ക്, ചെറിയ വാഹനമോ എന്തെങ്കിലും ഒരു വണ്ടി ഇവിടെ നിൽക്കുന്നതായിട്ട് വിചാരിക്കുന്നു. ആ ലോറിയുടെ മുകളിൽ ഞാൻ ഒരാൾ നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നു. ഇപ്പോൾ സമയം നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ 9 മണിയാണ്. സമയം 9 എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു 9:30 ആയിരുന്നു. 9:30 ആയ സമയത്ത് മരത്തിന്റെ പൊസിഷൻ അവിടെ നിന്ന് മാറില്ല. ലോറി ഓടിയതാ ഇവിടെ എത്തി. ലോറിയുടെ മുകളിൽ നിന്ന് ആള് അവിടെ തന്നെ ഉണ്ട്. അപ്പോ നമുക്കൊരു കാര്യം നോക്കാം. ലോറിയുടെ സ്ഥാനം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളിന്റെ സ്ഥാനം മാറിയിട്ടുണ്ടോ? ഇല്ല. കാര്യം ആദ്യവും അദ്ദേഹം ലോറിയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ്, രണ്ടാമതും ലോറിയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ ലോറിയെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ഥാനം മാറിയിട്ടില്ല. പക്ഷേ നമ്മൾ ആ മരത്തിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാലോ, ആദ്യം അദ്ദേഹം മരത്തിനടുത്ത് നിന്ന് ഇത്ര ഡിസ്റ്റൻസിൽ നിൽക്കുകയാണ്. സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഡിസ്റ്റൻസ് ഇത്രയായി. അവിടെ പൊസിഷൻ മാറി. അപ്പോൾ നമ്മൾ ലോറിയെ വെച്ച് നോക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പൊസിഷൻ മാറിയിട്ടുമില്ല, മരത്തിനെ വെച്ച് നോക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പൊസിഷൻ മാറിയിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും മോഷനും പറയുന്നത് ഒരു റെഫറൻസ് പോയിന്റ് വെച്ചിട്ടാണ് പറയുന്നത്. എന്തിനെങ്കിലും അടയാളമായി എടുത്തുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ലോറിയെ റെസ്പെക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ലോറിയെ റെഫറൻസ് ആയി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ഥാനം മാറിയിട്ടില്ല. സോ ഹി ഈസ് അറ്റ് റെസ്റ്റ്. ഇനി നമ്മൾ മരത്തിന്റെ സ്ഥാനം വെച്ചാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, മരത്തിനെ റെഫറൻസ് ആയി എടുത്തുകൊണ്ടാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. സോ ഹി ഈസ് ഇൻ മോഷൻ. ഇപ്പോ ആ ആളെന്ന് പറയുന്ന ആളിന് റെസ്റ്റിലായിരിക്കാനും സാധിക്കുന്നു, മോഷനിലായിരിക്കാനും സാധിക്കുന്നു. നമ്മൾ എന്താ ചെയ്തത്? 2 റെഫറൻസ് പോയിന്റുകൾ എടുത്തു. 2 റെഫറൻസ് പോയിന്റുകൾ എടുത്താൽ ഒരു വസ്തുവിന് എന്തിലാവാൻ പറ്റും? മോഷനിലും ആവാൻ പറ്റും, റെസ്റ്റിലും ആവാൻ പറ്റും. ഇത്രയും നമ്മൾ ഇങ്ങനെയൊന്നും ഉദാഹരണം നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ അറിയാം. നിങ്ങളിപ്പോൾ എൻ്റെ ഈ ക്ലാസ് കാണാനായിട്ട് നിങ്ങളൊരു ചെയറിലായിരിക്കും ഒരു പക്ഷേ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കട്ടിലായിരിക്കും, എവിടെയെങ്കിലും നിങ്ങൾ ഇരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കിടക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒരു ടേബിൾ ഇവിടെ ഉണ്ട്. ടേബിളിന് ഫ്രണ്ടിൽ ഒരു ചെയർ ഇട്ടതിന് ശേഷം നിങ്ങൾ അവിടെ ഇരുന്നതിന് ശേഷം എൻ്റെ ക്ലാസ് ഇവിടെ വെച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഈ സമയത്ത്
ഈ ക്ലാസ്സിന്റെ അവർ ഏകദേശം 40 മിനിറ്റ് വരുന്നുണ്ടെങ്കിൽ ആ 40 മിനിറ്റ് സമയത്ത് നിങ്ങൾ ആ ടേബിളിനടുത്ത് തന്നെ ഇരിക്കുകയാണ്, നിങ്ങളുടെ സ്ഥാനം മാറുന്നില്ല. സോ യു ആർ അറ്റ് റെസ്റ്റ്, നിങ്ങൾ റെസ്റ്റിലാണ്. പക്ഷേ നമുക്കറിയാം സൂര്യൻ ഇവിടെ ഉണ്ടെങ്കിൽ സൂര്യന് ചുറ്റാകെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ എർത്താണ്, നമ്മുടെ എർത്താണ് ഇതെന്നുണ്ടെങ്കിൽ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? റിവോൾവ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഈ ഭൂമിയിലാണല്ലോ നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. വിത്ത് റെസ്പെക്ട് ടു സൺ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. വിത്ത് റെസ്പെക്ട് ടു ദ റൂം, നമ്മളെ റൂമിന് റെസ്പെക്ട് ആയിട്ടോ നമ്മൾ ഇരിക്കുന്ന ചെയറിന് റെസ്പെക്ട് ആയിട്ടോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തിരിക്കുകയാണ്? റെസ്റ്റിലിരിക്കുകയാണ്. അപ്പോൾ ഒരു വസ്തുവിന് ഒരേ സമയം മോഷനിലാവാനും റെസ്റ്റിലാവാനും സാധിക്കുന്നു. ഒരു എക്സാമ്പിളോടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന കോ പാസഞ്ചേഴ്സ്, അത് ഇവിടെ മുതൽ നമ്മുടെ എവിടെയാണ് കിളിമാനൂർ മുതൽ അല്ലെങ്കിൽ ആറ്റിങ്ങൽ മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്ന സമയത്ത് ആറ്റിങ്ങലിൽ നിന്ന് കയറി തിരുവനന്തപുരം ടിക്കറ്റ് എടുത്ത് 2 ആൾക്കാർ അടുത്തടുത്ത് സീറ്റിലിരിക്കുന്നു. തിരുവനന്തപുരം എത്തുന്നത് വരെയും ഒരാളിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ആളിന്റെ സ്ഥാനം മാറുന്നില്ല. അപ്പൊ അവര് പരസ്പരം നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ അറ്റ് റെസ്റ്റ്. അവരെന്തിലാണ് ഇരിക്കുന്നത്? റെസ്റ്റിലാണ് ഇരിക്കുന്നത്. പക്ഷേ ആ വാഹനം ഓടിപ്പോകുന്നത് കാരണം പുറമേ ഉള്ള സറൗണ്ടിങ്ങുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തിലുമാണ്? മോഷനിലുമാണ്. പറഞ്ഞ കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ സെഷനിൽ ചോദിക്കുക. ഇനി നമ്മൾ ഫിസിക്സിൽ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. നമുക്ക് കാർട്ടീഷ്യൻ സിസ്റ്റം അറിയാം, കോർഡിനേറ്റ് സിസ്റ്റം നമുക്കറിയാം, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 ആക്സിസുകൾ ഉണ്ടായിരിക്കും. സെന്ററിനെ ഒറിജിൻ എന്ന് വിളിക്കുന്നു. സെന്ററിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്നതിനെ എക്സ് ആക്സിസ് എന്നും സെന്ററിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോകുന്നതിനെ എക്സ് ഡാഷ് ആക്സിസ് എന്നും, എങ്ങനെയെങ്കിലും ഈ ആക്സിസിനെ എക്സ് ഒ എക്സ് ഡാഷ് എന്ന പേരൊക്കെ നമ്മൾ വിളിച്ചിരുന്നു. സെന്ററിൽ നിന്നും മുകളിലോട്ട് പോകുന്നതിനെ വൈ ആക്സിസ് എന്നും സെന്ററിൽ നിന്നും താഴേക്ക് വരുന്നതിനെ വൈ ഡാഷ് ആക്സിസ് എന്നും വിളിച്ചിരുന്നു. അപ്പോൾ 2 ആക്സിസ് നമുക്ക് ഇവിടെ കിട്ടും. ഏതാണ്? എക്സ് ഒ എക്സ് ഡാഷും വൈ ഒ വൈ ഡാഷും. ആക്സിസ് എന്നുള്ളതിന്റെ പ്ലൂറലാണ് ആക്സസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇതാണ് ഒരു കാർട്ടീഷ്യൻ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം ആയിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത്. മാത്രമല്ല ഇത് നമുക്കിത് 2 ഡയമെൻഷണൽ ആണ്. ഇനി 3 ഡയമെൻഷണൽ ഒരു ഫിഗറും കൂടെ വരുമ്പോൾ ബോർഡിന് പെർപെൻഡിക്കുലറായി നിൽക്കുന്ന ഒരു ആക്സിസ് കൂടെ നമ്മൾ വരയ്ക്കുന്നു. ആ ആക്സിസിനെ നമ്മൾ ഇസഡ് ആക്സിസ് എന്ന് വിളിക്കും. അത് ബോർഡിൽ നിന്ന് പുറത്തേക്കും ഉണ്ടായിരിക്കും, ബോർഡിൽ നിന്ന് ഉള്ളിലേക്കും പോകുന്നുണ്ടായിരിക്കും. അത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാം. ഇവിടെ ഒ എന്ന് പറയുന്ന ഒറിജിനെ നമ്മൾ വിളിക്കുന്ന, സാധാരണഗതിയിൽ വിളിക്കുന്ന പേര് റെഫറൻസ് പോയിന്റ് എന്ന് വിളിക്കുന്നു. റെഫറൻസ് പോയിന്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വസ്തു മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം സമയം കണ്ടുപിടിക്കാൻ നമ്മളൊരു ക്ലോക്കിനെ ഇവിടെ ഫിറ്റ് ചെയ്യുന്നു. ആദ്യത്തെ സമയത്ത് ഇതിന്റെ പൊസിഷൻ എ എന്ന് പറയുന്ന പോയിന്റിലായിരുന്നു. സമയം കടന്നു പോയപ്പോൾ ഇതിന്റെ പൊസിഷൻ എന്നുള്ളത് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തി. എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ വസ്തു മോഷനിലാണെന്ന് പറയാൻ പറ്റും. സമയം കഴിയും തോറും അതിന്റെ പൊസിഷൻ മാറുന്നില്ല, എയിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാൻ പറ്റും? റെസ്റ്റിലാണെന്നും പറയാൻ പറ്റും. ഇങ്ങനെ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ, ഒരു കാർട്ടീഷ്യൻ സിസ്റ്റത്തിനകത്ത് ഒരു ക്ലോക്കിനെയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇതെന്ന് വിളിക്കുന്നു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിളിക്കുന്നു. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഒരു വസ്തു മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് പറയാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന അടയാളം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു എക്സ് വൈ ആക്സിസ് അല്ലെങ്കിൽ എക്സ് വൈ പ്ലെയിൻ എടുത്തു, അതിനോടൊപ്പം ഒരു ക്ലോക്കിനെയും കൂടെ സെറ്റ് ചെയ്താൽ അതാണ് ഇവിടുത്തെ എന്തെന്ന് വിളിക്കുന്നത്? ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ടേം മോഷൻ എന്ന വേർഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി സ്ട്രെയിറ്റ് ലൈൻ. എന്താണ് സ്ട്രെയിറ്റ് ലൈൻ? ഒരു നേർരേഖ, വളവുകളൊന്നും ഇല്ലാതെ പോകുന്ന ഒരു നേരെ പോകുന്ന ഒരു രേഖയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ മോഷനിനെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വസ്തു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനിൽ കൂടെ പോകുമ്പോൾ അവൻ എന്തൊക്കെ സംഭവിക്കുന്നു, അവിടെ നമുക്ക് പഠിക്കാൻ എന്തൊക്കെയുണ്ട്, അതെല്ലാമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതിൽ ഒരു ലൈനിലൂടെ മാത്രമേ ഒബ്ജക്റ്റ് പോകൂ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊന്നും പോവില്ല. ഇതൊന്നും നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടില്ല. അത് അടുത്ത ചാപ്റ്ററിൽ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള മോഷനാണ്. സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള മോഷന് വിളിക്കുന്ന വേറൊരു പേര് റെക്റ്റിലീനിയർ മോഷൻ എന്ന് വിളിക്കുന്നു. എന്താണ് റെക്റ്റിലീനിയർ മോഷൻ? അപ്പോൾ എന്താണ് റെക്റ്റിലീനിയർ മോഷൻ? ഇറ്റ് ഈസ് ദ അതർ നെയിം ഫോർ മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷനെ കുറിച്ചുള്ള വേറൊരു പേരാണ് റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ മോഷൻ ഒരു ലൈനിലൂടെയാണോ അല്ലെങ്കിൽ ഒരു ലൈനിലൂടെ മാത്രമാണോ നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അതായത് ആ മോഷനെ കുറിച്ച് നമ്മൾ ഒരു ഗ്രാഫിൽ വരച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ പറഞ്ഞല്ലോ. ഇതൊരു സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള മോഷൻ ആണെങ്കിൽ ഈ ഒരു എക്സ് ആക്സിസിൽ ഈ ഒരു വസ്തു എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തി.
അങ്ങനെയെങ്കിൽ നമുക്ക് ആ വസ്തു എവിടെ നിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒറ്റയാളിന്റെ സഹായം മതി. എന്തെന്ന് പറയാം, എക്സ് ആക്സിസിൽ നിന്ന് 10 സെന്റിമീറ്റർ ദൂരത്തിലാണ് ഈ ഒബ്ജക്റ്റ് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷൻ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം പറയാൻ വേണ്ടി ഒരാളിന്റെ സഹായം മാത്രം മതി നമുക്ക്. സോ ദിസ് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് ഓൾസോ കാൾഡ് വൺ ഡയമെൻഷണൽ മോഷൻ. ഇതെന്ന് വിളിക്കുന്നു വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് വിളിക്കുന്നു. അപ്പൊ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് സ്ട്രെയിറ്റ് ലൈൻ മോഷനെ വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് വിളിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓൺ ഡി മോഷൻ അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് എന്ത് എക്സാമ്പിൾ പറയാൻ പറ്റും? ഒരു സ്ട്രെയിറ്റ് ട്രാക്കിലൂടെ പോകുന്ന കാറ്, ഒരു സ്ട്രെയിറ്റ് ട്രാക്കിലൂടെ പോകുന്ന ട്രെയിൻ, അതെല്ലാം നമുക്ക് എന്തിന്റെ എക്സാമ്പിൾ ആണെന്ന് പറയാൻ പറ്റും? വൺ ഡയമെൻഷണൽ മോഷൻ അല്ലെങ്കിൽ വൺ ഡി മോഷന്റെ എക്സാമ്പിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനിയിപ്പോ ഞാൻ ഈ ബോർഡിനകത്ത് ഒരു ഉറുമ്പിനെ എടുത്തിടുകയാണ്. ഒരു ഉറുമ്പിനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഉറുമ്പ് എങ്ങനെയായിരിക്കും പോകുന്നത്? സ്ട്രെയിറ്റ് ലൈനിലൂടെ മാത്രമായിരിക്കും ഉറുമ്പ് പോകുന്നത്? അല്ല, അവൻ ഈ പ്ലെയിനിലൂടെ എല്ലാം നടന്നു പോകും. എന്ന് വെച്ചാൽ അവന്റെ മോഷൻ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് ഒരു പ്രതലത്തിലൂടെ, ഒരു പ്ലെയിനിലൂടെ ആയിരിക്കും അവന്റെ മോഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു നമ്മുടെ XY ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ആ ഉറുമ്പ് ഇവിടെ നടന്ന് ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. ഇവിടെ എത്തിയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ ഉറുമ്പിന്റെ സ്ഥാനം പറയാൻ നമുക്ക് ആരുടെയൊക്കെ സഹായം വേണം? ഇത് എക്സ് ആക്സിസിൽ നിന്നുമുള്ള ദൂരവും പറയണം, Y ആക്സിസിൽ നിന്നുള്ള ദൂരവും പറയണം. എക്സ് ആക്സിസിൽ നിന്നും എത്ര ദൂരെയാണെന്നും Y ആക്സിസിൽ നിന്ന് എത്ര ദൂരെയാണെന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പറഞ്ഞു കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പറഞ്ഞെങ്കിൽ മാത്രമേ അവന്റെ പൊസിഷൻ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു വസ്തുവിന്റെ മോഷൻ പ്ലെയിനിലൂടെ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം പറയാൻ നമുക്ക് AXY എന്ന എക്സ് എന്നും Y എന്നുമുള്ള രണ്ട് കാര്യങ്ങളുടെ ആവശ്യമായിട്ട് വരുന്നു. അങ്ങനെ സ്ഥാനം പറയാൻ രണ്ട് കാര്യങ്ങൾ ആവശ്യമായിട്ട് വരുന്നത് കൊണ്ട് ഒരു പ്ലെയിനിലൂടെയുള്ള മോഷനെ നമ്മൾ വിളിക്കുന്ന പേര് ടു ഡയമെൻഷണൽ മോഷൻ എന്ന് വിളിക്കുന്നു. ഇതെന്ന് വിളിക്കുന്നു ടു ഡയമെൻഷണൽ മോഷൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് 2D മോഷൻ. അപ്പൊ 2D മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള മോഷനെ വിളിക്കുന്ന പേര്. ടു ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എവിടെ ഉള്ളതാണ്? പ്ലെയിനിലൂടെയുള്ള മോഷനെ വിളിക്കുന്ന പേരാണ് ടു ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതലത്തിലൂടെ നടന്നു പോകുന്ന അല്ലെങ്കിൽ സഞ്ചരിച്ചു പോകുന്ന ഉറുമ്പ് എക്സാമ്പിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ഗ്രൗണ്ടിൽ കിടന്ന് ഓടുന്ന കാർ, ഗ്രൗണ്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടുന്ന ഒരു കാർ എന്തിന്റെ എക്സാമ്പിൾ ആണെന്ന് പറയാം? ടു ഡയമെൻഷണൽ മോഷന്റെ എക്സാമ്പിൾ ആണെന്ന് പറയാം. ഇനി പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങളെ ചോദിക്കുന്നത്, കുറച്ചൊരു കഴിഞ്ഞിട്ട് ചോദിക്കാം. ഇനി അടുത്തത്, നമ്മൾ ഈ ഒരു പ്രതലത്തിൽ ഇപ്പോൾ ഒരു ഉറുമ്പിനെയാണ് വെച്ചത്, ഒരു ആന്റിനെയാണ് വെച്ചത്. അതിന് പകരം നമ്മൾ ഈ പ്രതലത്തിൽ ഞാനൊരു ചിത്രശലഭത്തിന് എടുത്ത് വയ്ക്കുകയാണ്. ഒരു ബട്ടർഫ്ലൈ എവിടെ എടുത്ത് പ്ലേസ് ചെയ്യുകയാണ്. ഒരു ബട്ടർഫ്ലൈയെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും നമുക്ക്? ബട്ടർഫ്ലൈ ഈ പ്ലെയിനിലൂടെ മാത്രം, ബോർഡിലൂടെ മാത്രമാണോ നടന്നു പോകുന്നത്? അല്ല, അവൻ ചിലപ്പോൾ ഈ ബോർഡിലൂടെ നടന്നു പോകും, ചിലപ്പോൾ ഈ എയറിലിറങ്ങി പറക്കും. അങ്ങനെ എയറിലിറങ്ങി പറന്നു കഴിഞ്ഞാൽ ഒരു ചിത്രശലഭം എയറിലൂടെയാണ്, സ്പേസിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സ്ഥാനം പറയാൻ ആരുടെയൊക്കെ സഹായം വേണം? ആദ്യം ചിത്രശലഭം, ഇവിടെ ഇരുന്ന ചിത്രശലഭം പറന്ന് ഇവിടെ ഈ പോയിന്റിൽ വന്ന് നിൽക്കുകയാണ്. എൻ്റെ ഈ വിരൽ നിൽക്കുന്ന പോയിന്റിൽ വന്ന് നിൽക്കുകയാണ്. പുറത്തോട്ട്, ബോർഡിന് പുറത്തോട്ടുള്ള പോയിന്റിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയേണ്ടി വരും? ഈ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ നിന്നും ഇത്ര ദൂരവും Y ആക്സിസിൽ നിന്ന് ഇത്ര ദൂരവും Z ആക്സിസിൽ നിന്നും ഇത്രയും ദൂരവും ഉള്ളതാണ്. ബോർഡിൽ നിന്നും എത്ര പുറത്തോട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും. അതായത് ഈ സ്പേസിലുള്ള പോയിന്റിന്റെ പൊസിഷൻ പറയാൻ നമുക്ക് മൂന്ന് ആൾക്കാരുടെ സഹായം വേണം. എക്സ് ആക്സിസിൽ നിന്നുള്ള ദൂരം, Y ആക്സിസിൽ നിന്നുള്ള ദൂരം, Z ആക്സിസിൽ നിന്നുള്ള ദൂരം. മൂന്ന് ആൾക്കാരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ പറയാൻ പറ്റൂ. So the type of motion is called three-dimensional motion. Three-dimensional motion ആണ് 3-dimensional motion, 3D motion. 3D ഫിലിം എല്ലാം നമ്മൾ കാണുന്നതാണ്. 3D ഫിലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു പ്രതലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചലച്ചിത്രമല്ല. ഒരു ഐസ്ക്രീം ഒക്കെ തരികയാണെന്നുണ്ടെങ്കിൽ ഈ ബോർഡിലല്ല ഐസ്ക്രീം കാണിക്കുന്നത്. ഐസ്ക്രീം ഇതുപോലെ നിങ്ങൾ അടുത്തേക്ക് വരും. ഇതാണ് 3D എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു ബോർഡിൽ ഒതുങ്ങി നിൽക്കാതെ, സാധാരണ 2D ഫിലിം ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഐസ്ക്രീം ആണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിൽക്കും. പക്ഷെ അതൊരു 3D ഫിലിം ആണെങ്കിലോ ഐസ്ക്രീം ആണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വന്ന് നിൽക്കും. അതാണ് അതിന്റെ വ്യത്യാസം. എന്താണ് മോഷൻ? എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മോഷനെ വിളിക്കുന്ന പേര് വൺ ഡയമെൻഷണൽ മോഷൻ. ഒരു പ്ലെയിനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മോഷനെ വിളിക്കുന്ന പേര് ടു ഡയമെൻഷണൽ മോഷൻ. ഒരു പ്ലെയിനിലും സ്ട്രെയിറ്റ് ലൈനിലും ഒതുങ്ങി നിൽക്കാതെ സ്പേസിൽ ഉണ്ടായിരിക്കുന്ന മോഷനെ വിളിക്കുന്ന പേര് 3D മോഷൻ. എക്സാമ്പിൾ ചോദിച്ചാൽ എന്തെന്ന് പറയാൻ പറ്റും? ഒരു ബട്ടർഫ്ലൈ പറന്നു പോകുന്നത്, ഒരു ബേർഡ് പറന്നു പോകുന്നത്, അതെല്ലാം നമുക്ക് എന്തിന്റെ എക്സാമ്പിൾ ആണെന്ന് പറയാൻ പറ്റും? 3D എക്സാമ്പിൾ ആണെന്ന് പറയാൻ പറ്റും.
ഇനിയിപ്പോൾ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ 2-3 എക്സാമ്പിൾ ചോദിച്ചിട്ട് ഇത് എത്ര ഡയമെൻഷൻ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയും. എപ്പോഴും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, നമ്മൾ സൂര്യൻ ഇവിടെ ഉണ്ടെങ്കിൽ സൂര്യന് ചുറ്റാകെ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ പ്ലാനറ്റ് റിവോൾവ് ചെയ്ത് പോകുന്നുണ്ട്. ഇതൊരു പ്ലാനറ്റ് ആണെന്ന് വിചാരിച്ചു. നമുക്ക് എളുപ്പത്തിന് വേണ്ടി എർത്ത് എന്ന് എടുക്കാം. എർത്ത് അല്ലെങ്കിൽ ഒരു പ്ലാനറ്റ് സൂര്യന് ചുറ്റാകെ റിവോൾവ് ചെയ്യുന്നത് എത്ര ഡയമെൻഷണൽ മോഷൻ ആണ്? അപ്പൊ നമുക്ക് പല ഉത്തരങ്ങളും വരും. 1 എന്ന് വരും, 2 എന്ന് വരും, 3 എന്ന് വരും. അപ്പൊ നമുക്ക് നോക്കാം. ഇതൊരു സ്ട്രെയിറ്റ് ലൈനിലൂടെ മാത്രമല്ല പോകുന്നത്, ഇവിടെ കർവ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് പറയാം എന്ത് ഡയമെൻഷനൽ അല്ല, 1 ഡയമെൻഷനൽ അല്ല. ഇനി നമുക്ക് വരുന്ന ഓപ്ഷൻ 2 ഡയമെൻഷനലോ 3 ഡയമെൻഷനലോ എന്നാണ്. മനസ്സിലാക്കുക, ഇതൊരു 2 ഡയമെൻഷണൽ മോഷനാണ്. കുറച്ച് കുട്ടികൾക്ക് സംശയം വന്നേക്കാം, കുറച്ച് കുട്ടികൾ സംശയം വരാതിരിക്കാം. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് സൂര്യനാണെന്ന് കരുതുക. ഈ സൂര്യനെ ഞാൻ ഈ ബോർഡിന്റെ ഒരു സൈഡിലായിട്ട് വെക്കുന്നതായിട്ട് കരുതുക. ഈ ബോർഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഞാൻ ഇങ്ങനെയാണല്ലോ വെക്കുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാനറ്റ് അതിന്റെ ചുറ്റാകെ ഇവിടെ ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് സൂര്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചുറ്റാകെ പ്ലാനറ്റ് കിടന്ന് കറങ്ങുകയാണ്. അങ്ങനെ പ്ലാനറ്റ് കിടന്ന് കറങ്ങുന്നത് ഈ ബോർഡിലൂടെ മാത്രമായിരിക്കും. ഒരിക്കലും ബോർഡിൽ നിന്ന് ഇറങ്ങി താഴെ കൂടെ വന്ന് കയറിപ്പോയി കറങ്ങത്തില്ല. ഈ കറങ്ങുന്ന മോഷൻ അതൊരു പ്ലെയിനിൽ നിന്നാണ് കറങ്ങുന്നത്. അതായത് കുറച്ചു നേരം ഇങ്ങനെ കറങ്ങിയിട്ട് പിന്നെ ഇവിടെ നിന്ന് മുകളിലോട്ട് വന്ന് ഇങ്ങനെ കറങ്ങാമെന്നൊന്നും അല്ലെങ്കിൽ കയറി ഇറങ്ങിയുള്ള കറക്കമൊന്നും ഇല്ല. ഇവിടെ സൂര്യൻ ഉണ്ടെങ്കിൽ സൂര്യന് ചുറ്റാകെ ഇങ്ങനെ നിന്നങ്ങ് കറങ്ങും. അവൻ ഈ ബോർഡിൽ നിന്നും പുറത്തേക്ക് വന്ന് എങ്കിൽ മാത്രമേ അതൊരു 3D മോഷൻ ആവൂ. അപ്പോൾ പ്ലാനറ്റ് സൂര്യന് ചുറ്റാകെ കറങ്ങുന്നത് ഒരു പ്ലെയിനിൽ മാത്രം റെസ്ട്രിക്ട് ചെയ്ത് നിന്നുകൊണ്ടാണ് കറങ്ങുന്നത്. സോ ഇറ്റ് ഈസ് എ 2 ഡയമെൻഷണൽ മോഷൻ. എത്ര ഡയമെൻഷണൽ മോഷനാണ്? 2 ഡയമെൻഷണൽ മോഷനാണ്. നമ്മൾ പഠിച്ചത് 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ, 3 ഡയമെൻഷണൽ മോഷൻ. 1 ഡയമെൻഷണൽ എന്ന് പറഞ്ഞാൽ ഇഫ് ദ മോഷൻ ഈസ് along a straight line അല്ലെങ്കിൽ if the motion is restricted along a straight line, the type of motion is called 1 dimensional motion. അതിന്റെ സ്ഥാനം പറയാൻ നമുക്ക് ഒരാളുടെ സഹായം മതി. അടുത്തത് 2 dimensional motion പഠിച്ചു. എന്താണ്? if the motion of an object is restricted along a plane, ഒരു പ്ലെയിനിൽ മാത്രം പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ that motion is called 2 dimensional motion. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. 3 dimensional motion എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മോഷൻ സ്പേസിലൂടെയാണെന്നുണ്ടെങ്കിൽ if the motion of an object is through the space, എന്തെന്ന് പറയാൻ നമുക്കത് 3 dimensional motion ആണെന്ന് പറയാം. കുറച്ച് എക്സാമ്പിൾ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ബാക്കി നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ കുറച്ചുകൂടെ എക്സാമ്പിൾ നമുക്ക് കാണാം. അടുത്ത് നമുക്ക് പഠിക്കേണ്ട ഒരു ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് ഒബ്ജക്റ്റ് എന്തെന്നാണ്. പോയിന്റ് ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് ഒബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇന്ത്യ ഇതുപോലെ ഒന്ന് വരയ്ക്കുകയാണ്. ഇന്ത്യ പോലെ വരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഡൽഹി വരെ പോകുന്ന ഒരു കേരള എക്സ്പ്രസ് ട്രെയിൻ, ആ ട്രെയിനിനെ നമ്മൾ ഒരു മാപ്പിലൂടെയാണ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ട് കാണും? ഒരു ഡോട്ട് ഇവിടെ നിന്ന് അങ്ങ് മൂവ് ചെയ്ത് പോകുന്നതായിട്ടാണല്ലോ നമ്മൾ ട്രെയിനിലൊക്കെ കാണുന്നത്, മാപ്പിലെല്ലാം കാണുന്നത്. സിനിമയിലൊക്കെ നമ്മൾ കാണും വിമാനം പറന്നു പോകുന്നത്, ട്രെയിൻ പോകുന്നത്, കാറ് പോകുന്നതൊക്കെ നമ്മളൊരു ഡോട്ടായിട്ട് മൂവ് ചെയ്ത് പോകുന്ന കാണിച്ചു തരുന്നുണ്ട് GPS-ലൊക്കെ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു വലിയ ട്രെയിനിനെ, ഒരുപാട് മീറ്റേഴ്സ് നീളമുള്ള ട്രെയിനിനെ ഒരു ഡോട്ടായിട്ട് കാണിക്കുന്നു. ആ ടൈപ്പിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഒബ്ജക്റ്റ്. അപ്പൊ എങ്ങനെയാ നമ്മൾ ഈ ഡോട്ടായിട്ട് എടുത്തത്? ആ വസ്തു, ഏത് വസ്തുവാണോ സഞ്ചരിക്കുന്നത്, ആ വസ്തു സഞ്ചരിക്കുന്ന ദൂരത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ സൈസ് ചെറുതാണെങ്കിൽ നമ്മൾ അവൻ എന്തായിട്ട് എടുക്കും? പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കും. ഇഫ് ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് വിച്ച് ഈസ് മൂവിങ് ഈസ് very very small than the distance covered by it, then നമ്മൾ അതിനെ വിളിക്കുന്ന പേര് പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നു. കൺസെപ്റ്റ് പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട സെക്ഷൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. എങ്കിലും നമുക്ക് എന്താണ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് നോക്കാം. ഇവിടെ ഒരു വീടുണ്ട്, വീട്ടിൽ ഒരാളും ഉണ്ട്. ആ ആള് ഇപ്പൊ ഇവിടെ നിൽക്കുകയാണ്. അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങി ഞാൻ വരയ്ക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് ഈ ഒരു സ്ഥലത്ത് എത്തി. എങ്കിൽ എന്താണ് ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ്. അദ്ദേഹം സഞ്ചരിച്ച വഴിയുടെ നീളത്തിനെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, അദ്ദേഹം നടന്നു പോയ സ്ഥലത്ത് ഒരു വള്ളി പോലൊരു സാധനം കിടക്കുന്ന നിങ്ങൾക്ക് കാണാം. അതിനെടുത്ത് നിവർത്തി വെച്ചാൽ കിട്ടുന്ന നീളം എത്രയാണ്? അതിനെ വിളിക്കുന്ന പേര് ഡിസ്റ്റൻസ്. എന്താണ് ഡിസ്റ്റൻസ്?
ഒരാള് സഞ്ചരിച്ച വഴിയുടെ നീളത്തിന് വിളിക്കുന്ന പേര് ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്ട്. ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്ട്. ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്ട് നമുക്ക് ഏതൊക്കെ യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യാൻ പറ്റും? മില്ലിമീറ്റർ ഉപയോഗിക്കാം, സെന്റിമീറ്റർ ഉപയോഗിക്കാം, മീറ്റർ ഉപയോഗിക്കാം, കിലോമീറ്റർ ഉപയോഗിക്കാം, മൈൽ ഉപയോഗിക്കാം, യാർഡ് ഉപയോഗിക്കാം. അങ്ങനെ വ്യത്യസ്ത തരം യൂണിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരാ മെഷർ ചെയ്യാൻ പറ്റും? ഡിസ്റ്റൻസിനെ മെഷർ ചെയ്യാൻ പറ്റും. ദെൻ വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്? ഇറ്റ് ഈസ് മീറ്റർ. M എന്ന സ്മോൾ ലെറ്ററിൽ എഴുതുന്ന മീറ്റർ ആണ് ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ഡിസ്റ്റൻസ്? ഇറ്റ് ഈസ് L. രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ് ഡയമെൻഷനെ കുറിച്ചൊക്കെ. അപ്പൊ എന്താണ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് എ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്ട്. ഒരു വസ്തു സഞ്ചരിച്ച വഴിയുടെ നീളത്തിന് വിളിക്കുന്ന പേര് ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ, അല്ലെങ്കിൽ ഇറ്റ് ഹാവ് SI യൂണിറ്റ് മീറ്റർ. അതിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? L ആണ്. ഇനി മനസ്സിലാക്കാനുള്ള കാര്യം, ഈ ഡിസ്റ്റൻസിന് പോസിറ്റീവ് ആവാൻ പറ്റുമോ, നെഗറ്റീവ് ആവാൻ പറ്റുമോ, സീറോ ആവാൻ പറ്റുമോ നോക്കണം. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസിന് പോസിറ്റീവ് ആവാൻ പറ്റും. കാര്യം സഞ്ചരിച്ച വഴിയുടെ നീളമാണ്, അതൊരു പോസിറ്റീവ് വാല്യൂ തന്നെയായിരിക്കും. ഞാൻ 10 മീറ്റർ സഞ്ചരിച്ചു, 10 എന്നുള്ളത് പോസിറ്റീവ് നമ്പർ തന്നെയാണ്. ഇനി ഒരു വസ്തുവിന് നെഗറ്റീവ് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കുമോ? ഇല്ല. ഫിസിക്സ് പ്രകാരം ഒരു വസ്തുവിന് ഒരിക്കലും നെഗറ്റീവ് ഡിസ്റ്റൻസ് എന്ന കൺസെപ്റ്റേ ഇല്ല. ഇനിയിപ്പോ നെഗറ്റീവ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തമാശ രൂപത്തിൽ പറയാം, ഒരാൾ പുറകിലേക്ക് നടന്നു എന്ന് പറയാം. അതല്ലാതെ ഡിസ്റ്റൻസ് നെഗറ്റീവ് ക്വാണ്ടിറ്റി നമുക്ക് ഒരിക്കലും എടുക്കുന്നില്ല. ഇപ്പൊ ഡിസ്റ്റൻസിന് ഒരിക്കലും എന്താവാൻ പറ്റില്ല? നെഗറ്റീവ് ആവാൻ പറ്റില്ല. ഇനി ഒരിക്കൽ ഡിസ്റ്റൻസിന് സീറോ ആവാൻ പറ്റൂ? ഞാൻ 0 മീറ്റർ നടന്നു എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? നടന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്റ്റൻസിന് സീറോ എന്ന വാല്യൂയും ഡിസ്റ്റൻസിന് നെഗറ്റീവ് എന്ന വാല്യൂയും ഫിസിക്സിൽ നമ്മൾ അംഗീകരിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? ഡിസ്റ്റൻസ് കനോട്ട് ബി സീറോ ഓർ നെഗറ്റീവ്. ഇറ്റ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഇത് എപ്പോഴും എങ്ങനെയുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും? പോസിറ്റീവ് ക്വാണ്ടിറ്റി തന്നെയായിരിക്കും. ഇനി അടുത്തൊരു ചോദ്യം, അത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്, എങ്കിലും ചോദിക്കാം എന്താണെന്നുള്ളത്. ഡിസ്റ്റൻസിന് സമയത്തിനനുസരിച്ച് കൂടാൻ കഴിയുമോ? നോക്കാം. ഒരാളിവിടെ നിൽക്കുകയാണ്, സമയം 9 മണിയാണ്. 9 മണി എന്നുള്ളത് 9:30 സമയം കൂടി. ആ സമയത്ത് അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന്റെ ഡിസ്റ്റൻസ് സമയത്തിനനുസരിച്ച് കൂട്ടാൻ നമുക്ക് കഴിയുന്നു. അതായത് കൂടുതൽ ദൂരം നടന്നാൽ മതി. അപ്പോൾ ഡിസ്റ്റൻസിന് എന്ത് ചെയ്യാൻ പറ്റും? സമയത്തിനനുസരിച്ച് കൂടാൻ കഴിയും. ഇനി ഡിസ്റ്റൻസിന് സമയത്തിനനുസരിച്ച് കുറയാൻ പറ്റും? സമയം കൂടണം, ഡിസ്റ്റൻസ് കുറയണം. നമുക്ക് നോക്കാം. ഒരാൾ ഇവിടെ നിന്ന് 9:30 മണിയായപ്പോൾ ഇതുവരെ നടന്നെത്തി. അപ്പൊ അദ്ദേഹം വിചാരിക്കുന്നു, ഓക്കെ, ഞാൻ നടന്ന ദൂരം ഒന്ന് കുറയ്ക്കാം. അദ്ദേഹം തിരിച്ചു നടന്നു, ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇപ്പൊ അദ്ദേഹം സഞ്ചരിച്ച ദൂരം സമയത്തിനനുസരിച്ച് കുറയുകയാണോ ചെയ്തത്? നമുക്ക് എന്തെന്നറിയാം? അദ്ദേഹം സഞ്ചരിച്ച വഴിയുടെ നീളത്തിന് വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ്. അപ്പൊ അദ്ദേഹം സഞ്ചരിച്ച വഴി എടുത്ത് നീട്ടി വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ദൂരം സമയത്തിനനുസരിച്ച് കുറഞ്ഞോ കൂടിയോ? കൂടുകയാണ് ചെയ്തത്. അപ്പൊ ഒരിക്കലും ഡിസ്റ്റൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? സമയത്തിനനുസരിച്ച് കുറയാൻ കഴിയില്ല. ഡിസ്റ്റൻസിന് എന്തിനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ? സമയത്തിനനുസരിച്ച് കൂടാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഡിസ്റ്റൻസിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ് എന്ന് പഠിച്ചു. അത് എന്താണെന്ന് പഠിച്ചു നമ്മൾ. അത് മീറ്ററിലാണ് മെഷർ ചെയ്യുന്നതെന്ന് പഠിച്ചു. അതിന്റെ ഡയമെൻഷൻ എല്ലാണെന്ന് പഠിച്ചു. അടുത്തായിട്ട് നമ്മൾ പഠിച്ചത് ഡിസ്റ്റൻസിനനുസരിച്ച് അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല? കുറയാൻ പറ്റില്ല, അവന് കൂടാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ഏത് പോയിന്റ് പഠിച്ചു? ഒരു പോയിന്റ് നമ്മൾ പഠിച്ചല്ലോ, എന്താണ്? സീറോ ആവാനും നെഗറ്റീവ് ആവാനും കഴിയില്ല. അവൻ എപ്പോഴും എന്ത് മാത്രമേ ആവാൻ പറ്റൂ? പോസിറ്റീവ് മാത്രമേ ആവാൻ കഴിയുന്ന ക്വാണ്ടിറ്റിയാണ് ഡിസ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ നോക്കേണ്ട ഡിസ്റ്റൻസ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണോ സ്കേലാർ ക്വാണ്ടിറ്റി ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. വെക്ടർ ക്വാണ്ടിറ്റി എന്താണെന്നും സ്കേലാർ ക്വാണ്ടിറ്റി എന്താണെന്നും ജസ്റ്റ് ഒന്ന് പറയാം. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വിളിക്കുന്ന പേര് വെക്ടർ ക്വാണ്ടിറ്റി എന്നും ദിശ ഉള്ള അളവെന്ന് വിളിക്കും. ഇനി ഒരു വസ്തുവിന് വെക്ടർ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ലാത്ത വസ്തു, ഡയറക്ഷൻ പറയേണ്ട, അത് മാഗ്നിറ്റ്യൂഡ് മാത്രം കൊടുക്കാൻ പറ്റുന്ന വസ്തുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് വെക്ടർ ആണോ സ്കേലാർ ആണോ എന്ന് ചോദിച്ചാൽ ഡിസ്റ്റൻസിന് ഡയറക്ഷൻ പറയേണ്ട ആവശ്യമുണ്ടോ, ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഡയറക്ഷൻ പറയണമെന്നുണ്ടെങ്കിൽ അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയും ആവും, ഡയറക്ഷൻ പറയണ്ട എന്നുണ്ടെങ്കിൽ അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആവും. അപ്പൊ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കാം. എന്താണ്? എന്റെ വീട് ഇവിടെയാണ്. വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെ നടന്നു വന്ന് ഇങ്ങനെ വന്നു ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടാണ് ഞാൻ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് എത്തുന്നത്.
അപ്പോ ഒരാൾ ചോദിക്കുന്നു വീടിൽ നിന്നും സ്കൂളിലേക്ക് എത്ര ദൂരമുണ്ട്, അപ്പൊ ചോദിക്കുന്ന ഡിസ്റ്റൻസ് എത്രയെന്നാണ്. നമ്മൾ എന്ത് പറയും? ഈ വഴിയുടെ നീളം ഒന്ന് പറഞ്ഞു കൊടുക്കും, 3 കിലോമീറ്റർ ഉണ്ടെന്ന് പറയും. അവിടെ നമ്മൾ ഡയറക്ഷൻ പറയാറുണ്ടോ? ആദ്യം വീട്ടിൽ നിന്നും നമ്മൾ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, കുറച്ച് ദൂരം വെസ്റ്റിലേക്ക് വന്നു, പിന്നെ കുറച്ച് ദൂരം സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ വന്നു, പിന്നെ കുറച്ച് നാളെ ഈസ്റ്റിലേക്ക് വന്നു, പിന്നെ വെസ്റ്റിൽ സൗത്തിലേക്ക് വന്നു, ഈസ്റ്റിലേക്ക് പോയി, നോർത്തിലേക്ക് വന്നു, പിന്നെ നോർത്തിലേക്ക് പോയി 3 കിലോമീറ്റർ സഞ്ചരിച്ചു എന്നാണോ നമ്മൾ പറയുന്നത്? ഒരിക്കലും അല്ല. ഡിസ്റ്റൻസ് ചോദിച്ചാൽ നമ്മൾ ഡയറക്ഷൻ പറയേണ്ട ആവശ്യം നമുക്കില്ല, അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. സോ ഡിസ്റ്റൻസ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. പഠിച്ച പോയിന്റുകളെല്ലാം മനസ്സിലിരിക്കണം. ഡിസ്റ്റൻസ് എന്താണ്? ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്ട്. ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഇറ്റ് ഹാവ് ദ SI യൂണിറ്റ് മീറ്റർ. ഇറ്റ് ഹാവ് ദ ഡയമെൻഷൻ L. ഇറ്റ് വിൽ നോട്ട് ഡിക്രീസ് വിത്ത് ടൈം. ഇറ്റ് ഓൾവേസ് ഇൻക്രീസസ് വിത്ത് ടൈം. പിന്നെ നമ്മൾ പഠിച്ചത് ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഇറ്റ് കനോട്ട് ബി സീറോ ഓർ നെഗറ്റീവ് എന്ന എല്ലാ പോയിന്റും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്റ്റൻസിനെ കുറിച്ച് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഇനി എന്താണ് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരാൾ സഞ്ചരിച്ചു ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തി. ദെൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എ മുതൽ ബി വരെയുള്ള ഏറ്റവും ചെറിയ അകലം, അതിനെ വിളിക്കുന്ന പേര് ഡിസ്പ്ലേസ്മെന്റ്. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. 2 പോയിന്റുകൾ തമ്മിലുള്ള ഏറ്റവും ചെറിയ അകലത്തിനെ വിളിക്കുന്ന പേര് ഡിസ്പ്ലേസ്മെന്റ്. അല്ലെങ്കിൽ എന്തെന്ന് പറയാം, ഈ 2 പോയിന്റുകൾ തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് കണക്ട് ചെയ്തിരുന്നാൽ ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ലെങ്തിനെ വിളിക്കുന്ന പേര് ഡിസ്പ്ലേസ്മെന്റ്. എങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇതാണ് ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ കണക്ടിങ് ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്സ്, അല്ലെങ്കിൽ 2 പോയിന്റ്സ് വിളിക്കുന്ന പേര് ഡിസ്പ്ലേസ്മെന്റ്. അല്ലെങ്കിൽ എന്ത് പറയാം, ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യുന്നത് എന്തിലൊക്കെ മെഷർ ചെയ്യാൻ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മില്ലിമീറ്റർ, സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ, യാർഡ്, ഇഞ്ച്, പല യൂണിറ്റുകളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പ്ലേസ്മെന്റിന് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ SI യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് മീറ്ററിന്റെ ഡിസ്റ്റൻസിന്റെ പോലെ തന്നെയാണ്, മീറ്റർ ആണ്. SI യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റർ ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റിന് 0 ആവാൻ പറ്റൂ, നെഗറ്റീവ് ആവാൻ പറ്റൂ എന്നൊക്കെ നോക്കണം. അതിനു മുമ്പേ ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ നമ്മുടെ കയ്യിലുണ്ട്. ഇത് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തി. ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ എയിൽ നിന്നും ബിയിലേക്ക് എത്ര ദൂരം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്, അതായി കിടക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് ബി എന്ന പോയിന്റ് നിൽക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ് ബി എന്ന പോയിന്റ് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ വീട് ഇവിടെയാണെന്ന് സങ്കല്പിക്കാം. നമ്മുടെ വീട് ഇവിടെയാണ്. ഇവിടെയാണ് ഒരു പാർക്ക് ഉള്ളത്, ഒരു വലിയ പാർക്ക് ഇവിടെ ഉണ്ട്. ഇപ്പൊ പാർക്കൊക്കെ ആണെങ്കിൽ നമുക്കറിയാം മലയും കുന്നും ഒക്കെ ഉണ്ടായിരിക്കും. പാർക്കിൽ വീഗാലാൻഡ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് മലയിലേക്ക് മണ്ടയിലാണ് വെച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു വലിയ മലയും ഒരു പുഴയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഈ മലയും പുഴയും എല്ലാം കടന്നതിന് ശേഷം ഇവിടെ ഒരു പുഴയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ മലയും പുഴയും എല്ലാം കടന്നതിന് ശേഷം മാത്രമേ നമുക്ക് വീഗാലാൻഡിലേക്ക് അല്ലെങ്കിൽ പാർക്കിലേക്ക് എത്തിപ്പെടാൻ പറ്റൂ. അപ്പോൾ ഒരാൾ ചോദിക്കുന്നുടാ, നിന്റെ വീട് മുതൽ പാർക്ക് വരെ എത്ര ദൂരമുണ്ട്? ചിലപ്പോൾ വഴി ഇതുവഴിയായിരിക്കും, ഇവിടെ വന്ന് ഒരു പാലമൊക്കെ കയറി ഇതുവഴിയായിരിക്കും ഇനി എത്തേണ്ടത്. അപ്പൊ നമ്മൾ എന്തെന്ന് പറയും? വീട് മുതൽ പാർക്ക് വരെ 10 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് പറയും. ഇനി വേറൊരാൾ ചോദിക്കുന്നു, നിന്റെ വീടിന്റെ ഏത് ഭാഗത്തായിട്ടാണ് പാർക്ക് ഉള്ളതെന്ന് ചോദിച്ചാൽ അപ്പൊ ചോദിക്കുന്നത് അതിന്റെ സ്ഥാനം എവിടെയെന്നാണ്. അപ്പൊ ചോദിക്കുന്നതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ചിലപ്പോ വീട്ടിൽ നിന്നാൽ പാർക്ക് കാണാൻ പറ്റുമായിരിക്കും, ഒരു 300 മീറ്റർ മാത്രമേ പാർക്കുമായിട്ട് ദൂരം ഉള്ളായിരിക്കും. എങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? ആ പാർക്കിന്റെ സ്ഥാനം, എന്റെ വീട്ടിൽ നിന്നും ഒരു 300 മീറ്റർ അപ്പുറത്താണ് ആ പാർക്ക് ഉള്ളത്. അവിടെ നമ്മൾ പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ 300 മീറ്റർ അപ്പുറത്താണ് പാർക്ക് എന്ന് നമുക്ക് പറയുമ്പോൾ 300 മീറ്റർ ഏത് ഭാഗത്താണെന്നും കൂടി നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ഡയറക്ഷൻ അവിടെ എടുക്കും, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഗുജറാത്ത് പോലെ നിൽക്കുന്ന സ്ഥലം, W പോലെ നിൽക്കുന്ന ഗുജറാത്ത് ഉള്ളത് വെസ്റ്റിലാണെന്നൊക്കെ വിചാരിച്ച് വെച്ചേക്കുക. അപ്പൊ നമ്മൾ എന്തെന്ന് പറയും? വീടിൽ നിന്നും 300 മീറ്റർ ഈസ്റ്റ് ഡയറക്ഷനിൽ മാറിയാണ് പാർക്ക് കാണപ്പെടുന്നത് എന്ന് നമ്മൾ പറയും. അപ്പോ പാർക്കുമായി ഇത് എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ചാൽ ചോദിക്കുന്ന ഡിസ്റ്റൻസും, വീടിന്റെ ഏത് ഭാഗത്താണ് പാർക്ക് എന്ന് ചോദിച്ചാൽ അവിടെ ചോദിക്കുന്ന ഡിസ്പ്ലേസ്മെന്റുമാണ്. അപ്പോൾ ദൂരം പറയാൻ നമ്മൾ എന്ത് പറയേണ്ട ആവശ്യമില്ല, ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ്, അതിന്റെ സ്ഥാനം പറയണമെന്നുണ്ടെങ്കിൽ കൃത്യമായി നമ്മൾ എന്തും കൂടെ പറഞ്ഞിരിക്കണം, ഡയറക്ഷൻ കൂടെ പറഞ്ഞിരിക്കണം. അങ്ങനെ ഡിസ്പ്ലേസ്മെന്റിന് നമ്മൾ എന്ത് പറയേണ്ട ആവശ്യമുണ്ട്?
ഡയറക്ഷൻ പറയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഡയറക്ഷൻ പറയേണ്ട ആവശ്യമുണ്ടെങ്കിൽ ദ ക്വാണ്ടിറ്റി ഈസ് വെക്ടർ ക്വാണ്ടിറ്റി. ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള എന്തൊരു ക്വാണ്ടിറ്റിയാണ്? വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പഠിച്ചത് എന്താണ്? ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പഠിച്ചു. രണ്ടാമത് പറഞ്ഞത് മീറ്ററിലാണ് മെഷർ ചെയ്യുന്നതെന്ന് പഠിച്ചു. SI യൂണിറ്റ് മീറ്റർ ആണെന്ന് പഠിച്ചു. പിന്നെ പഠിച്ചത് എന്താണ് പഠിച്ചത്? അതിന്റെ ഡയമെൻഷൻ L ആണെന്ന് പഠിച്ചു. പിന്നെ പഠിച്ച കാര്യം ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഇതിന് സമയത്തിനനുസരിച്ച് കൂടാൻ പറ്റുമോ, സമയത്തിനനുസരിച്ച് കുറയാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കണം. ഇതാ എ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിൽ ഒരാൾ നിൽക്കുകയാണ്. സമയം നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ 9 മണിയാണ്. 9 മണി എന്നുള്ളത് 9:30 ആ സമയത്ത് അദ്ദേഹം ബി എന്ന് പറയുന്ന പോയിന്റിലെത്തി. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരികയാണ്. ഇപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിലെത്തി. 9:30 കഴിഞ്ഞു, 10 മണിയായി. 10 മണിയായപ്പോൾ അദ്ദേഹം സി എന്ന പോയിന്റിലെത്തി. അപ്പോൾ സമയം കൂടിയതനുസരിച്ച് 9 എന്നുള്ളത് 9:30 ആയ സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് കൂടുകയാണ് ചെയ്തത്. ശരിയാണല്ലോ? എയിൽ നിന്നും ബിയിലേക്ക് എത്തി. ഇനി അദ്ദേഹം 9:30 മുതൽ 10 മണി വരെ ആയപ്പോൾ 9:30 മുതൽ 10 മണി വരെ ആയ സമയത്ത് അദ്ദേഹത്തിന്റെ ഡിസ്പ്ലേസ്മെന്റിന് എന്ത് പറ്റിയെന്ന് നോക്കി. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയ സ്ഥലം മുതൽ അവസാനത്തെ സ്ഥലം വരെയുള്ള ദൂരത്തിനെയാണല്ലോ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ തുടങ്ങിയത് എയിലും അവസാനിച്ചത് എവിടെയുമാണ്? സിയിലുമാണ്. എങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇതാണ്. ഡിസ്പ്ലേസ്മെന്റ് ആദ്യം AB ആയിരുന്നു, രണ്ടാമത് AC ആയിട്ട് കുറഞ്ഞു. അപ്പൊ എന്ത് പറയാം? സമയത്തിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യാൻ ഡിസ്പ്ലേസ്മെന്റിന് പറ്റും? കുറയാൻ പറ്റുന്നു. പക്ഷേ ഡിസ്റ്റൻസ് ആണെങ്കിലോ കുറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇല്ല, കൂടിയിട്ടേ ഉള്ളൂ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടുന്നതിന് തുല്യമാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡിസ്റ്റൻസ് സമയത്തിനനുസരിച്ച് കൂടുക മാത്രം ചെയ്യുന്നു. ഡിസ്പ്ലേസ്മെന്റിന് സമയത്തിനനുസരിച്ച് കൂടാനും പറ്റും, കുറയാനും പറ്റും. ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് വിത്ത് ദ ടൈം. ടൈമിനനുസരിച്ച് കൂടുവാനും കുറയുവാനും ഡിസ്പ്ലേസ്മെന്റിന് കഴിയുന്നു. ഇനി അടുത്ത ചോദ്യം നമുക്ക് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ആണ്. ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് വിത്ത് ടൈം. അടുത്ത പോയിന്റ് നമ്മളിത് കിട്ടി, 5ാമത്തെ പോയിന്റ് ആയിട്ട് കിട്ടി. ഇനി നമുക്ക് നോക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റിന് പോസിറ്റീവ് ആവാൻ പറ്റുമോ, നെഗറ്റീവ് ആവാൻ പറ്റുമോ, 0 ആവാൻ പറ്റുമോ നമ്മൾ നോക്കണം. അപ്പൊ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരാള് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തി. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചാൽ നമ്മൾ എന്തെന്ന് പറയും? പോസിറ്റീവ് തന്നെയാണ്. ഇവിടെ വലതോട്ട് 10 മീറ്റർ ആണ് നീളമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആണ്. ഇനി ആ ബിയിലുള്ള ആള് തിരിച്ച് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും സെയിം ആണ്. അങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും സെയിം ആണെങ്കിൽ അദ്ദേഹം തുടങ്ങിയ സ്ഥലവും അവസാനിച്ച സ്ഥലവും ഒന്ന് തന്നെയാണ്. എങ്കിൽ ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിൽ എന്തെങ്കിലും ദൂര വ്യത്യാസം ഉണ്ടോ? ഇല്ല. ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന് എന്താവാൻ പറ്റും? 0 ആവാൻ പറ്റും. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താണ്? ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം AB എന്ന ലെങ്ത് സഞ്ചരിച്ചു, AB പ്ലസ് തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് വന്നു പ്ലസ് BA. ഇത് ഡിസ്റ്റൻസ് AB പ്ലസ് BA ആണ്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? തുടങ്ങിയിടത്ത് തന്നെ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങിയിടം മുതൽ അവസാനിച്ചിടം വരെയുള്ള ദൂരത്തിന് വിളിച്ച പേര് ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് അത് 0 വന്നു. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന് എന്താവാൻ പറ്റും? പോസിറ്റീവ് ആവാൻ പറ്റും, 0 ആവാൻ പറ്റും. ഇനി നെഗറ്റീവ് ആവാൻ പറ്റൂ? നോക്കാം. ഒരു എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ തുടങ്ങി ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തി. ഇറ്റ് ഈസ് അറ്റ് 10 മീറ്റർ. ശേഷം ബിയിൽ നിന്നും തിരിച്ച് എയിൽ വന്നതിന് ശേഷം എയിൽ നിന്ന് അടുത്തൊരു പോയിന്റിലേക്ക് വന്നു, സി, വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 12 മീറ്റർ ഫ്രം എ. അപ്പോൾ ഈ രണ്ട് പോയിന്റിനെയും നമ്മൾ പറഞ്ഞത് എ വെച്ചിട്ടാണ്. എയിൽ നിന്നും വലതോട്ട് 10 മീറ്റർ എന്നും എയിൽ നിന്നും ഇടതോട്ട് 12 മീറ്റർ എന്നും. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ കൊടുക്കണം? ഡയറക്ഷൻ പറയണം. എയുടെ എവിടെയാണ് ഈ പോയിന്റ് എന്ന് നമുക്ക് പറഞ്ഞേ മതിയാവും. അപ്പൊ നമ്മൾ എന്ത് പറയും? ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എയിൽ നിന്ന് തുടങ്ങി സിയിലാണ് അവസാനിച്ചത്. ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റ് സൈഡിലാണ് എയുടെ. അപ്പൊ നമ്മൾ ആ കാർട്ടീഷ്യൻ സിസ്റ്റം ഒന്ന് ഓർമ്മിച്ചേ. ഇത് എക്സ്, ഇത് എക്സ് ഡാഷ്. എക്സ് ആക്സിസ് പോസിറ്റീവ് ആക്സിസും എക്സ് ഡാഷ് ആക്സിസ് നെഗറ്റീവ് ആക്സിസും ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ എ എന്ന് പറയുന്നതിൽ നിന്നും 12 മീറ്റർ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഇറ്റ് ഈസ് നെഗറ്റീവ് 12 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അവിടെ? -12 മീറ്റർ ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന് എന്ത് വാല്യൂ ഉണ്ടാക്കാൻ പറ്റും? നെഗറ്റീവ് വാല്യൂ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ
-12 മീറ്റർ ആണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താണ്? ആദ്യം എയിൽ നിന്നും ബിയിലേക്ക് വന്നു, 10 മീറ്റർ സഞ്ചരിച്ചു, പ്ലസ് ബിയിൽ നിന്നും തിരിച്ച് എയിലേക്ക് വന്നു, അടുത്ത 10 മീറ്റർ സഞ്ചരിച്ചു, പിന്നെ എവിടെ എത്തി? സിയിലേക്ക് എത്തി, പ്ലസ് 12. ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഇവിടെ പ്ലസ് പറഞ്ഞു, മൈനസ് പറഞ്ഞില്ല? കാര്യം ഇപ്പോൾ നമ്മൾ പറയുന്ന ഡിസ്റ്റൻസ് ആണ്, ദൂരമാണ്. അത് നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, സൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പ്ലസ് 12 ഈസ് ഈക്വൽ ടു 32 മീറ്റർ ആണ് ഇതിന്റെ എന്ത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? -12 മീറ്റർ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന് എന്താവാൻ പറ്റും? 0 ആവാൻ പറ്റും, പോസിറ്റീവ് ആവാൻ പറ്റും, നെഗറ്റീവ് ആവാൻ പറ്റും. ഇത്രയും കണ്ടീഷൻസ് നമ്മൾ ഡിസ്റ്റൻസിനെ കുറിച്ചും ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ചും എപ്പോൾ ചോദിച്ചാലും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഞാനിവിടെ 2 കോളത്തിലായിട്ട് ഡിസ്റ്റൻസിനെയും ഡിസ്പ്ലേസ്മെന്റിനെയും വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജെക്ട്. 2, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഡിസ്റ്റൻസ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. Distance can increase with the time but cannot decrease with the time. Displacement can increase and decrease with the time. അടുത്തത്, it can only be positive, cannot be 0 or negative. Displacement ആണെങ്കിൽ it can be positive, negative or 0. Distance SI യൂണിറ്റ് മീറ്റർ ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെയും SI യൂണിറ്റ് മീറ്റർ തന്നെയാണ്. ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ L ആണ്, ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷനും L തന്നെയാണ്. അപ്പോൾ നമുക്കൊരു 4 ഡിഫറൻസും 2 സിമിലാരിറ്റിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. വ്യക്തമായി പഠിച്ചു വെച്ചിരിക്കുക. പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ സെഷനിൽ വരുമ്പോഴത്തേക്ക് ചോദിക്കുക. ഒരു കുഞ്ഞു പ്രോബ്ലം ആണ്, എന്താണെന്ന് നോക്കാം. എ പാർട്ടിക്കിൾ ഡിസ്ക്രൈബ്സ് എ സർക്കിൾ ഓഫ് റേഡിയസ് r. വാട്ട് ആർ ദ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് വെൻ ദ പാർട്ടിക്കിൾ ഡിസ്ക്രൈബ്സ് 90 ഡിഗ്രി, 180 ഡിഗ്രി ആൻഡ് 360 ഡിഗ്രി. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പാർട്ടിക്കിൾസ് ഡിസ്ക്രൈബ്സ് എ സർക്കിൾ ഓഫ് റേഡിയസ് r. ഒരു പാർട്ടിക്കിള് ഒരു സർക്കുലാർ പാത്തിലൂടെ പോവുകയാണ്. 6 റേഡിയസ് ഉള്ള ഒരു സർക്കുലാർ പാത്തിലൂടെ ഒരു വസ്തു ട്രാവൽ ചെയ്ത് പോവുകയാണ്. അത് 6 റേഡിയസ് ഉള്ള സർക്കുലാർ പാത്ത് വഴി ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത് പോവുകയാണ്. നമുക്ക് ഡയറക്ഷൻ ഒക്കെ ചുമ്മാ സങ്കല്പിക്കും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോവുകയാണ്. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് എപ്പോഴൊക്കെയാണ്? വെൻ ദ പാർട്ടിക്കിൾ ഡിസ്ക്രൈബ്സ് 90 ഡിഗ്രി. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നിന്ന് ഒബ്ജക്റ്റ് ഇവിടെ എത്തുമ്പോൾ 90 ഡിഗ്രി. ഇവിടെ നിന്ന് ഇതുവരെ എത്തുന്ന സമയത്താണ് 90 ഡിഗ്രി അവൻ മൂവ് ചെയ്യുമ്പോൾ എത്രയാണ് ഡിസ്റ്റൻസ് എന്നും ഡിസ്പ്ലേസ്മെന്റ് എന്നും. അപ്പൊ നമുക്ക് ഏത് ആൻസർ നോക്കാം. ഇവിടുത്തെ ഡിസ്റ്റൻസ് നമുക്ക് നോക്കാം എത്രയാണെന്ന്. ഡിസ്റ്റൻസ് ഫസ്റ്റ് കണ്ടീഷനിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് കണ്ടീഷനിലെ ഡിസ്റ്റൻസ്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷനിലെ ഡിസ്റ്റൻസ് ഇതാണെന്നുണ്ടെങ്കിൽ ഇത് എത്രയായിരിക്കും? ടോട്ടൽ ആംഗിൾ 360 ആണ്. അതിന്റെ 4/1 90 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സർക്കിളിന്റെ ചുറ്റളവ്, സർക്കംഫറൻസിന്റെ 4/1 ഈ ലെങ്ത്. ഇപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കംഫറൻസ് ബൈ 4. സർക്കംഫറൻസ് 6 റേഡിയസ് ഉള്ള ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എന്താണ്? 2πr ആണെന്ന് നമുക്കറിയാം. ദെൻ ഡിസ്റ്റൻസ് എന്താണ്? 2πr ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു πr/2. അപ്പൊ ഫസ്റ്റ് കണ്ടീഷനിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു, ഇതാണ് ഡാർക്ക് ആയിട്ട് വരച്ചേക്കുന്ന, ഇതാണ് ഡിസ്റ്റൻസ്. നമ്മളത് എത്രയെന്ന് പറഞ്ഞു? അത് πr/2 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഏറ്റവും ചെറിയ അകലം, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അവന്റെ അകലം. അപ്പോൾ ഈ വരച്ചേക്കുന്ന ഡാർക്ക് ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആണോ? അല്ല, ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ. ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഇതും 6 ആണ്. മാത്രമല്ല ഇതിന്റെ റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണമാണ്. അപ്പോൾ ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് എഴുതാം നമുക്ക്. ഇവിടെ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു പൈതഗോറസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ, എന്താണ്? r² പ്ലസ് r², ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2r². റൂട്ടിന് വെളിയിൽ r² വരുമ്പോഴത്തേക്ക് എന്താവും? 6 ആയിട്ട് മാറും. ആൻസർ എന്ത് കിട്ടും? r√2 എന്ന് കിട്ടുന്നു. അപ്പോൾ ഡിസ്റ്റൻസ് πr/2 എന്നും ഡിസ്പ്ലേസ്മെന്റ് എന്തും കിട്ടി? r√2 എന്നും കിട്ടി. എ പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഡി പാർട്ട് നോക്കാം. ബി പാർട്ട് എന്താ പറയുന്നത്? പാർട്ടിക്കിൾ 180 ഡിഗ്രി സഞ്ചരിക്കുമ്പോൾ, അപ്പോൾ ഇവിടെ നിന്ന് നിൽക്കില്ല, 180 സഞ്ചരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇതുവരെ എത്തും. ഇതാണല്ലോ 180 എന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ഡിഗ്രി സഞ്ചരിച്ച സമയത്തുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ആ സർക്കംഫറൻസിന്റെ പകുതി ആയിരിക്കുമല്ലോ. അപ്പോൾ എന്താണ്? സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 2πr ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു πr.
പ്രശ്നമില്ല. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെയുള്ള അകലം, ഏറ്റവും ചെറിയ അകലം. ഇത് മുതൽ ഇതുവരെയുള്ള അകലം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സർക്കിളിന്റെ ഡയമീറ്റർ ആണല്ലോ. റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ ഡയമീറ്റർ എന്താണ്? 2 ഇൻറ്റു റേഡിയസ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 2r. ഡിസ്പ്ലേസ്മെന്റ് 2r. ബി പാർട്ടിൽ വെൻ ദ പാർട്ടിക്കിൾ ഡിസ്ക്രൈബ്സ് 180 ഡിഗ്രിയിൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു πr എന്നും ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടുന്നു? 2r എന്നും കിട്ടുന്നു. ഇനി മൂന്നാമത്തത് നോക്കാം നമുക്ക്. സി പാർട്ട് എന്താണ്? 360 ഡിഗ്രി. 360 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തുടങ്ങുന്ന ആള് ഇങ്ങനെ കറങ്ങി 90, 180, 270, 360 ഡിഗ്രിയിൽ എത്തുന്നു. ദാറ്റ് മീൻസ് ഒരു കംപ്ലീറ്റ് സർക്കിൾ അവൻ കംപ്ലീറ്റ് ചെയ്യുന്നു. തുടങ്ങിയതും അവസാനിച്ചതും അവിടെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ആ സർക്കിളിന്റെ സർക്കംഫറൻസിന് തുല്യമായ 2πr തന്നെ ആയിരിക്കും. കാര്യം എന്താ? ഇതാണ് ആ ഡിസ്റ്റൻസ് 2πr. ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? തുടങ്ങിയിടത്ത് തന്നെയാണല്ലോ അവസാനിച്ചത്. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? 0. ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ പാർട്ടിക്കിൾ ഡിസ്ക്രൈബ്സ് എ സർക്കിൾ ഓഫ് റേഡിയസ് r. വാട്ട് ആർ ദ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് വെൻ ദ പാർട്ടിക്കിൾ ഡിസ്ക്രൈബ്സ് 90 ഡിഗ്രി, 180 ഡിഗ്രി, 360 ഡിഗ്രി. വളരെ ഈസി ആയിട്ടും വളരെ വ്യക്തമായിട്ടും നമ്മൾ കണ്ടുപിടിച്ചു 3 കണ്ടീഷനിലും എത്രയാണെന്നുള്ളത്. നല്ലപോലെ നോക്കുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഫിഗർ ദ പോയിന്റ് P ഓൺ എ വീൽ ഓഫ് റേഡിയസ് r വിത്ത് ദ ഗ്രൗണ്ട്. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പോയിന്റ് വെൻ ദ വീൽ റോൾസ് എ ഹാഫ് ഓഫ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഹാഫ് റെവല്യൂഷൻ. ഇവിടെ ഒരു പോയിന്റ് P ഉണ്ട്. ആ പോയിന്റ് P ഗ്രൗണ്ടിൽ ഇരിക്കുകയാണ്. ഈ വീല് ഹാഫ് റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ P എന്ന പോയിന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നുള്ളത് നോക്കാം. ഇത് ഹാഫ് റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പോയിന്റ് P ഇവിടെയാണോ എത്തുന്നത്? അല്ല. കാരണം ഇത് ഉരുളുകയാണ് ചെയ്യുന്നത്. ഇത് ഉരുളുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഈ CD-യെ ഈ വീലായിട്ട് എടുക്കുകയാണ്. ഇത് അതിന്റെ റേഡിയസ് ആണ്. ഇവിടെയാണ് ആ പോയിന്റ് P ഇരിക്കുന്നത്. ഹാഫ് റെവല്യൂഷൻ കംപ്ലീറ്റ് ആവണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വരച്ചിരിക്കുന്ന P എന്ന് പറയുന്ന പോയിന്റ് മുകളിലെത്തണം. ഇപ്പോഴാണല്ലോ ഹാഫ് റെവല്യൂഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഫുൾ റെവല്യൂഷൻ ആണെങ്കിൽ P-യിൽ തുടങ്ങി P തന്നെ അവസാനിക്കണം. അപ്പൊ ഹാഫ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് മണ്ടയിലെത്തണം. ഇത് റോൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണല്ലോ വരുന്നത്. ഇപ്പോ P എന്ന് പറയുന്ന പോയിന്റ് എവിടെ എത്തി? ഇവിടെ എത്തി. ശരിയാണേ? പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ഇൻ ദ ഫിഗർ ദ പോയിന്റ് P ഓൺ എ വീൽ ഓഫ് റേഡിയസ് r വിത്ത് ദ ഗ്രൗണ്ട്. ഈ P എന്ന് പറയുന്ന പോയിന്റ് ആ ഡിസ്കിൽ ഇരിക്കുന്ന 6 റേഡിയസ് ഉള്ള റിങ്ങിൽ അല്ലെങ്കിൽ ഡിസ്കിൽ ഇരിക്കുന്നത് ഗ്രൗണ്ടുമായി ടച്ച് ചെയ്തുകൊണ്ടാണ്. വീല് ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോൾ പോയിന്റ് P-യുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതാണ് പോയിന്റ് P. അത് ഇവിടെയായിരുന്നു പോയിന്റ് P. ഇപ്പൊ പോയിന്റ് P ഇവിടെയാണ് നിൽക്കുന്നത്. ഇതിന് നമുക്കൊരു ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. ഇത് മുതൽ ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സർക്കിള് റൊട്ടേറ്റ് ചെയ്ത് പകുതി എത്തിയപ്പോൾ ഉള്ളതാണ്. ദാറ്റ് മീൻസ് ഇത് മുതൽ ഇതുവരെ ഉള്ള ഡിസ്റ്റൻസ് ആണ് ഈ നേരെ കിടക്കുന്നത്. ഈ കർവ്ഡ് ഡിസ്റ്റൻസ് എത്രയാണോ അത് തന്നെയാണ് ഈ വരച്ചിരിക്കുന്നത്. ശരിയാണല്ലോ? ദാറ്റ് മീൻസ് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സർക്കംഫറൻസിന്റെ പകുതിയായ πr ആണ്. ദാറ്റ് മീൻസ് 2πrന്റെ പകുതി πr ആണ്. ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് അപ്പൊ എത്രയെന്ന് കിട്ടും നമുക്ക്? πr എന്ന് കിട്ടും. ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസോ? ഇത് മുതൽ ഇതുവരെ 6 ആണെന്നറിയാം. ഇത് മുതൽ ഇതുവരെ 6 ആണെന്നറിയാം. അപ്പൊ ഇത് എത്രയായിരിക്കും? 2r ആണ്. ഇവിടെ സ്മോൾ r അല്ല, ക്യാപിറ്റൽ R ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു ട്രയാങ്കിൾ കിട്ടിയല്ലേ? ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. അതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? πr ആണ്. ഹൈറ്റ് ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എത്രയുമാണ്? 2r ആണ്. എങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു പൈതഗോറസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് റൂട്ട് ഓഫ് എന്താണ്? ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ, πr ദ ഹോൾ സ്ക്വയർ പ്ലസ് 2r ദി ഹോൾ സ്ക്വയർ. എന്ത് കിട്ടും? ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ πr ദ ഹോൾ സ്ക്വയറിനെ π സ്ക്വയർ r സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് ഇതെന്താവും? 2ന് സ്ക്വയർ വരും 4 ഇൻറ്റു r സ്ക്വയർ. ഇവിടെ നിന്ന് r സ്ക്വയർ നീ കോമൺ ആയിട്ട് എടുക്കുന്നു. r സ്ക്വയറിനെ കോമൺ ആയിട്ട് എടുത്താൽ റൂട്ട് ഓഫ് r സ്ക്വയർ ഇൻറ്റു π സ്ക്വയർ പ്ലസ് 4 എന്ന് കിട്ടും. റൈറ്റ് സൈഡിലേക്ക് എഴുതാം. r സ്ക്വയറിനെ റൂട്ടിന്റെ വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ r എന്നാവും. r ഇൻറ്റു π സ്ക്വയർ പ്ലസ് 4. r ഇൻറ്റു പൈയുടെ വാല്യൂ 3.14ന്റെ സ്ക്വയർ പ്ലസ് 4.
ചെയ്ത് കഴിഞ്ഞാൽ 3.72 എന്ന ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 3.72 R ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ. എന്താ പറഞ്ഞത്? ഒരു ഡിസ്കിന്റെ അല്ലെങ്കിൽ ഒരു വീലിന്റെ താഴെ ഇരിക്കുന്ന പോയിന്റ് ആ വീല് ഹാഫ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ മുകളിലെത്തും. ആ സമയത്ത് അതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ആ ഡിസ്കിന്റെ അല്ലെങ്കിൽ ആ വീലിന്റെ സർക്കംഫറൻസിന്റെ പകുതിയായിരിക്കും. ഈ ലെങ്ത് അതിന്റെ ഡയമീറ്ററിന് തുല്യവുമായിരിക്കും. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചിട്ടുള്ളത്. നല്ലപോലെ നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൺലൈൻ സെഷനിൽ ചോദിക്കുക.